Writing tongue cleaners. Okay. ഈർക്കിൽ. 6 ബിക്കോസ് കൺവെൻഷനലി യൂസ് ചെയ്യുന്നതാണ്. ഇപ്പോഴും പോയി കഴിഞ്ഞാലും പല വീടുകളിലും അമ്മമാരും അച്ഛന്മാരും ഒക്കെ ചിലപ്പം ടങ് ക്ലീനിങ് ചെയ്യുന്നത് ഈർക്കിൽ വെച്ചിട്ട് തന്നെ ആയിരിക്കും. പക്ഷേ നമുക്ക് അത്രയും ഫ്രഷ് ആയിട്ടുള്ള ഈർക്കിൽ കിട്ടുന്നുണ്ടോ, ബെൻഡ് ആവുന്നതാണോ, നാക്കിൽ കൊണ്ട് മുറിയുന്നുണ്ടോ, കുത്തിക്കയറുന്നത്, അങ്ങനത്തെ കുറെ കൺസേൺസ് കൊണ്ട് മാത്രമാണ് ഞാൻ 6 പറഞ്ഞത്. പ്ലാസ്റ്റിക് ടങ് ക്ലീനേഴ്സ്. 6 ജസ്റ്റ് ലൈക്ക് ഈർക്കിലി പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ കുറച്ചും കൂടി ലോങ് ലൈഫ് കിട്ടും, ക്ലീനിങ് എളുപ്പമാണ്. എന്നാലും ഓവർ പീരീഡ് ഇങ്ങനെ വേൺ ഔട്ട് ആവാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് മാത്രം 6. ബ്രഷ് ടങ് ക്ലീനേഴ്സ്. 9. Why? ദാറ്റ്സ് ദ ബെസ്റ്റ് തിങ് ടു ഡു. ബിക്കോസ് എന്തായാലും നമ്മളൊരു 3 to 4 months നമ്മൾ ബ്രഷ് മാറ്റും. ഇതിന്റെ ഷേപ്പ് നമുക്ക് കുറച്ചും കൂടെ കൺവീനിയന്റ് ആണ്. നമ്മുടെ ടങ്ങിന്റെ മുകളിലുള്ള സോഫ്റ്റ് ടിഷ്യൂവിനെ ഹാം ചെയ്യാത്ത രീതിയിൽ യൂസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഓൺലി തിങ് ഈസ് ഇഫ് യു ഹാവ് എ ഗാഗ് റിഫ്ലെക്സ്, അത് മാത്രം വൺസ് യു ഗെറ്റ് യൂസ് ടു ഇറ്റ് ഇറ്റ്സ് ദ ബെസ്റ്റ് തിങ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ടങ് ക്ലീനേഴ്സ്. 4. Why? സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുന്നത് ഞാൻ നേരിട്ട് തന്നെ കണ്ടിട്ടുണ്ട്. പല ആൾക്കാരുടെയും അത് റസ്റ്റിങ് സംഭവിക്കുന്നത് കണ്ടിട്ടുണ്ട്, നാക്ക് മുറിയുന്ന കണ്ടിട്ടുണ്ട്. ബിക്കോസ് ഫ്യൂ ഓഫ് ഇറ്റ് ഒരു ഷാർപ്പാണ്. ഷാർപ്നെസ് ഉള്ളതുകൊണ്ട് തന്നെ നാക്ക് മുറിയാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് ഐ ഡോണ്ട് ഫീൽ ഇറ്റ്സ് ഹെൽത്തി. വുഡൻ ഓർ ബാംബു ക്ലീനേഴ്സ്. ഐ വുഡ് സേ 8 ബിക്കോസ് അത് കുറച്ചും കൂടി സ്റ്റിഫാണ്. അതിന്റെ ഒരു ഷേപ്പ് മെയിൻറ്റൈൻഡ് ആണ്, ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ്. ബാംബു തന്നെ നമുക്ക് പല ഷേപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇറ്റ്സ് ഈസി ഓൾസോ ടു ഹാൻഡിൽ. കോപ്പർ ടങ് ക്ലീനേഴ്സ്. 9. Why? കാരണം അത് ഇറ്റ് ഈസ് മെന്റ് ഫോർ ഇറ്റ്. ആക്ച്വലി കുറച്ച് പോളിഷ്ഡ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല, പണ്ട് കിട്ടുന്നതിനേക്കാളും ഇപ്പോൾ കുറച്ചുകൂടി പോളിഷ്ഡ് ആയിട്ടുള്ള, എന്നാൽ അതിന്റെ ഷേപ്പ് വെച്ച് കൃത്യമായി ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ടങ് ക്ലീനേഴ്സ് അവൈലബിൾ ആണ്. ലോങ് ടേം ആയിട്ട് യൂസ് ചെയ്യാം, എഫക്റ്റീവ് ആണ്.